ഹലോ മക്കളുമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന നമ്മൾ രാവിലെ ഇങ്ങനെ ഓരോരോ പരിപാടികൾ ചെയ്യുകയാണ്. വെള്ളമൊക്കെ കോരാമെന്ന് വിചാരിച്ച് ചെടിക്കൊക്കെ എല്ലാത്തിനും ഈ ഉണക്ക് സമയമല്ലേ, അപ്പം വെള്ളമെല്ലാം കോരി ഇങ്ങനെ എല്ലാത്തിനും വെള്ളം അടിച്ചടിച്ച് ഇങ്ങനെ വന്ന സമയത്ത് വിചാരിച്ച് ഈ കരിയാപ്പൊക്കെ നിൽക്കുന്ന മുളക് പൊടിയൊക്കെ നിൽക്കുന്ന അവർക്കൊക്കെ ഒരു പൊത ഇട്ട് കൊടുക്കാമെന്ന്. അപ്പം കുറച്ച് വളവും ഇരിപ്പുണ്ട്, വളവും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കോഴിവളവും കൂടെ മിക്സ് ചെയ്തതാണ്. കോഴിവളമൊക്കെ ഈ ചൂട് സമയത്ത് ഇട്ട് കൊടുത്താൽ പിന്നെ വെള്ളം നമ്മൾ നല്ലോണം തണുക്ക ഒഴിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ കോഴിവളം ഭയങ്കര ചൂടായിട്ടുള്ള ഒരു വളമാണ്. അപ്പം ചൂടായതുകൊണ്ട് ഇത് നല്ലോണം കരിഞ്ഞു പോകും, കരിഞ്ഞും പഴുത്തുമൊക്കെ പോകും. അതുകൊണ്ട് നമ്മൾ ദൂരെ കൂട്ടി ഇട്ടാലും അടുത്ത് കൂട്ടി ഇട്ടാലും നമ്മൾ നല്ലോണം തണുക വെള്ളം ഒഴിച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് പിന്നെ പഴുക്കാതെ ഇരിക്കത്തുള്ളൂ. എന്നിട്ട് നമ്മളത് ഞാൻ ഇഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു, ആ ഇഞ്ചിക്കും എല്ലാം ഇച്ചിരിച്ച് വളം ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഇതിനെ ഈ പുതയിടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കരിയാപ്പിനും മുളക് പൊടിക്കുമൊക്കെ പുതയിട്ട് കൊടുക്കുന്ന കരിയാപ്പിനാണ് മെയിനായിട്ട് നമ്മൾ പുതയിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇത് കരിയില വാരി വെച്ച് നല്ലോണം അതിനെ മൂടിയിട്ട് അതിൻ്റെ ചുവട്ടിലോട്ട് നമ്മൾ പിന്നെ ഈ എല്ലാത്തിനും മുളക് പൊടിക്കും എല്ലാം വാരി വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ചുവട്ടി അതിൻ്റെ പുറത്തോട്ട് തന്നെ നമ്മൾ മണ്ണ് വെട്ടിയിട്ട് കൊടുക്കണം. അപ്പോഴേ ആ കരിയില അവിടെ ഇരിക്കത്തുള്ളൂ. തന്നെയല്ല, വളം നല്ലോണം പിടിക്കും. നമ്മൾ വെള്ളം ഒഴിക്കുന്നതും അവിടെ കിടക്കും, ഒന്നും ഒഴുകിപ്പോകത്തതൊന്നുമില്ല. അത് തന്നെ വെള്ളം നല്ലോണം കരിയിലയും പൊടിഞ്ഞ് നല്ലോണം ഇതിനോട് മിക്സായി. നമ്മൾ വളത്തിൻ്റെ കൂടെ ആ കരിയില ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നല്ലോണം പൊടിഞ്ഞ് അതിനോട് ചേരും. ഇപ്പം 3 കരിയാപ്പുണ്ടായിരുന്നു, അതിനെല്ലാം ഞാൻ അതിൻ്റെ ചുവടെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ വളം ഇട്ട് കൊടുക്കുക. ഇളക്കുന്ന സമയത്ത് അതിൻ്റെ മൂടയിലൊന്നും കൊള്ളരുത്, വേരയിലൊന്നും കൊള്ളരുത്. ചെറിയ ഈ മാന്തി പോലത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ എല്ലാത്തിനും ഇങ്ങനെ വളവും ഇട്ട് പൊതയും ഇട്ട് കൊടുത്ത് നല്ല റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നട്ട് കഴിഞ്ഞ് ഇതിനെല്ലാം മണ്ണും എല്ലാം നീക്കിയിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ ഈ പൊട്ടി പൊളിഞ്ഞു പോയ ചെടിച്ചട്ടിയൊക്കെ ഇല്ലേ, അപ്പം നമുക്ക് അതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ചീരകൾ നട്ട് വെക്കാം. ഞാൻ ഇതിന് മുമ്പ് കുറേ ചീര നട്ട് അതെല്ലാം പിഴുത് ഞങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ഇപ്പം രണ്ടാമത് ഞാൻ കുറേ ചീര ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ ഉപയോഗശൂന്യമായ ചെടിച്ചട്ടി, നമ്മൾ ചെടിച്ചട്ടി നല്ല ചട്ടിയല്ലേ നമ്മൾ ചെടിയൊക്കെ നടും. അപ്പോൾ ഇത് പൊട്ടി പറിഞ്ഞ് കളയുമ്പോൾ നമ്മൾ എടുത്ത് കളയിച്ച്, പൊട്ടിയതായാലും ചീരയൊക്കെ നട്ട് വെക്കാൻ എടുത്ത് വേസ്റ്റാക്കി കളയേണ്ട കാര്യമില്ല. ഞാനിതെല്ലാം പൊട്ടി ചട്ടിയിലാണ് ഈ നട്ട് വെച്ചേക്കുന്നത് ചീരകൾ. ആദ്യത്തെ എല്ലാം കഴിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെയാണ് ഇപ്പം നട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.